Students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ 12th പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലെ അർബണൈസേഷൻ എന്നുള്ള പാർട്ടാണ്. എന്താണ് അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ അർബൺ ഏരിയാസിൻ്റെ ഫിസിക്കൽ ഗ്രോത്തിനെ നമ്മൾ അർബണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അർബൺ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? റൂറൽ ഏരിയാസ് എന്നുള്ള പോപ്പുലേഷൻ മൊത്തം അർബൺ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരും അല്ലേ. സോ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേസ് ഓഫ് ജോബ്സ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇംപ്രൂവ്ഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അർബൺ ഏരിയാസിൽ ഒബ്റ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ടാണ് അർബണൈസേഷൻ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. ആസ് ഇൻഡിവിജ്വൽ, കമേഴ്ഷ്യൽ ആൻഡ് ഗവൺമെൻറ്റൽ എഫേർട്സ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അർബണൈസേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഈ ഇങ്ങനെയുള്ള ഇംപ്രൂവ്ഡ് ഓപ്പർച്യൂണിറ്റീസ് കാരണം വരുന്നത്. സോ ഈ അർബണൈസേഷൻ കാരണം ഒരുപാട് ഇമ്പാക്ട്സുകൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് മെയിനായിട്ട് ഈ സെഷൻ ഡീൽ ചെയ്യുന്നത്. അതിനു മുന്നേ എന്താണ് അർബൺ എക്കോളജി എന്ന് നോക്കാം. ഈ അർബൺ എൻവയോൺമെൻറ്റിലുള്ള ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ദ ലിവിങ് ഓർഗാനിസംസ് ആസ് വെൽ ആസ് വിത്ത് ദ സറൗണ്ടിങ്സ്. ഈ ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസും സറൗണ്ടിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അർബൺ എക്കോളജി എന്ന് പറയുന്നത്. അർബൺ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ദെൻ പേവ്ഡ് സർഫസസ്, എല്ലാ സർഫസസും പൊതുവെ പേവ്ഡ് ആയിരിക്കും അല്ലേ, പേവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഹ്യൂമൻ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും ഒരുപാട്, അങ്ങനെ യുണീക്ക് ലാൻഡ്സ്കേപ്പേ ഉണ്ടാവുന്നുള്ളൂ. സോ ഇതൊക്കെയാണ് അർബൺ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇഫക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റ്. ഈ അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇഫക്ട്സ് ആണ് എൻവയോൺമെൻറ്റിന് ഉണ്ടാവുന്നത്? മെയിനായിട്ട് മോഡിഫിക്കേഷൻ ഓഫ് ലാൻഡ് സർഫസ് ആൻഡ് വാട്ടർ വേസ് ആണ് വരുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ട് ലാൻഡും വാട്ടർ വേസും മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? As a part of urbanization, population is increasing, right? So ഈ population increase ചെയ്യുന്നതോടുകൂടി what happens? There will be more requirements for the residential buildings. റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ നമ്പർ നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ അവരുടെ ഹാബിറ്റാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വി ഹാവ് ടു മോഡിഫൈ ദ ലാൻഡ് സർഫസസ്. എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും? ഡിഫോറസ്റ്റേഷൻ ഒരു ഇതാണ് അല്ലേ. സോ നമ്മൾ ഫോറസ്റ്റ് ഏരിയാസ് ക്ലിയർ ചെയ്തിട്ട് അവിടെ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യും. ദെൻ ആസ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വാട്ട് ഹാപ്പൻസ്? മോർ ഫുഡ് ഇസ് നീഡഡ്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദ ഫുഡ് റിസോഴ്സസ്, നമുക്ക് ഫുഡ് റിസോഴ്സസ് കൂടുതലായി കിട്ടാനായിട്ട് ലാൻഡിൽ നമുക്ക് എന്താണ് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട, ഫീൽഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതെല്ലാം മോഡിഫിക്കേഷൻസ് ഓഫ് ലാൻഡ് സർഫസസ് ആണ് വരുന്നത്. At the same time, what about water resources? Natural ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ് ആണ് റിവേഴ്സ്, സ്ട്രീംസ് എല്ലാം അല്ലേ. സോ ഇൻ ഓർഡർ ടു ആസ് എ പാർട്ട് ഓഫ് അർബണൈസേഷൻ എന്ത് സംഭവിക്കും? ഈ മീൻസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് ദിസ് മച്ച് ഓഫ് പീപ്പിൾ റിക്വയർസ് മോർ വാട്ടർ. സോ അവരുടെ വാട്ടർ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫ്രീലി ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വിൽ ബി കൺസ്ട്രക്റ്റിംഗ് ഡാംസ്, റിസർവോയേഴ്സ് എക്സെട്ര. സോ ഈ സ്റ്റോറേജ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഇത്രയും പോപ്പുലേഷൻ്റെ വാട്ടർ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ മോഡിഫിക്കേഷൻസ് ആണല്ലേ. സോ ഇങ്ങനെ മോഡിഫിക്കേഷൻസ് കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഡിഫോറസ്റ്റേഷൻ ഒരു പ്രശ്നമാണ്. എക്കോളജിക്കൽ ബാലൻസ് ലൂസ് ചെയ്യും അത് കാരണം. ദെൻ ആ ഫ്ലോയിങ് വാട്ടർ ബോഡീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ട്രൈബൽ പീപ്പിൾ ഉണ്ടാവും. സോ അവരുടെ ലൈഫിനെ അത് ബാധിക്കും. സോ ഈ മോഡിഫിക്കേഷൻസ് കാരണം ഒരുപാട് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ദെൻ ഇതൊരു കമ്പാരിസൺ ആണ് നാച്ചുറൽ കാച്ച്മെൻറ്റും അർബൻ കാച്ച്മെൻറ്റും തമ്മിലുള്ളത്. നോക്കിയേ, നാച്ചുറൽ കാച്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ട്രീസും പ്ലാന്റ്സ് ഒക്കെയാണ് വരുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള എക്കോളജിക്കൽ ബാലൻസ് അവിടെ ഉണ്ടായിരിക്കും. പ്രസിപ്പിറ്റേഷൻ പ്രോപ്പറായിരിക്കും, പെർക്കുലേഷൻ പ്രോപ്പറായിരിക്കും. അതേസമയം അർബൻ കാച്ച്മെൻറ്റ് ആകുമ്പോഴോ നോക്കിയേ, അവിടെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്സ് ആണ് വരുന്നത്. സോ അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ പ്രോപ്പറായി പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നില്ല, റെയിൻഫോൾ ഉണ്ടാവുന്നില്ല. സോ ആ ഉള്ള വാട്ടർ എന്താവുന്നില്ല, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ എത്തുന്നില്ല. സോ നമ്മുടെ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി അത് എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് എ കമ്പാരിസൺ ഷോയിങ് നാച്ചുറൽ കാച്ച്മെൻറ്റ് ആൻഡ് അർബൻ കാച്ച്മെൻറ്റ്. ഇത് നോക്കിയാൽ ഇറ്റ്സ് ഫിഗർ ഷോയിങ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിൽ എത്ര വേരിയേഷനാണ് വരുന്നതെന്നാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതുപോലെ റെയിൻഫോളിൽ എത്ര വേരിയേഷൻ വരുന്നുണ്ട്,
ദെൻ ഡിസ്ചാർജിൽ എത്ര വേരിയേഷൻ വരുന്നത്, അങ്ങനെ എന്താ പറയുക വാട്ടറിൻ്റെ എമൗണ്ടിൽ വരുന്ന വേരിയേഷൻ എല്ലാം അർബൻ കാച്ച്മെൻ്റ് ആകുമ്പോഴും അതുപോലെ തന്നെ നാച്ചുറൽ കാച്ച്മെൻ്റ് ആകുമ്പോഴും. ദെൻ ഈ മോഡിഫിക്കേഷൻസ് ഓഫ് ലാൻഡ് സർഫേസ് ആൻഡ് വാട്ടർവേസ് കാരണം എന്താണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ജിയോ കെമിക്കൽ പാത്വേസ് എല്ലാം മൊത്തം ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ അർബണൈസേഷൻ കാരണം ഒരുപാട് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് യൂസിങ് കെമിക്കൽസ് ഇൻ ലാർജ് എമൗണ്ടിൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാൻ സാധിക്കും. ലാർജ് എമൗണ്ടിൽ അത് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. സോ ഏറ്റവും കൂടുതലായിട്ട് അത് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫീൽഡിലും കെമിക്കൽസിൻ്റെ യൂസേജ് വരുന്നുണ്ട്. നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ what happens when we are using artificial fertilizers and pesticides as a part of runoff കാരണം എന്താ റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് റൺ-ഓഫ് ഉണ്ടാവും. സോ റൺ-ഓഫ് കാരണം it will be reaching the nearby water bodies. So what happens in that, ആ വാട്ടർ ബോഡീസിൽ ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ അതെന്താ ഗ്രോത്ത് പ്രൊമോട്ടിങ് ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ അത് വാട്ടർ ബോഡീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താ ആൽഗേൻ്റെ ഗ്രോത്ത് ഒരുപാട് എക്സീഡ് ചെയ്യും. സോ ഒരുപാട് ആൽഗ അവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥയിൽ ഇറ്റ് ഈസ് കോൾഡ് ആൽഗൽ ബ്ലൂം. ആൻഡ് വെൻ ദ ആൽഗൽ ബ്ലൂം സ്റ്റാർട്ട്സ്, it starts consuming the dissolved oxygen present in the water ecosystem. Aquatic ecosystemത്തിലുള്ള dissolved oxygen മൊത്തം ആൽഗെ കൺസ്യൂം ചെയ്യും. സോ അവിടെയുള്ള ലിവിങ് ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. സോ അത് യൂട്രോഫിക്കേഷനിലോട്ട് ലീഡ് ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് എമിറ്റ് ചെയ്യുന്ന എമിഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് സൾഫർ കണ്ടന്റ് ഇൻ ഇറ്റ്, നൈട്രൈറ്റ്സ് ഇൻ ഇറ്റ്. സോ വെൻ ദ സൾഫർ കമ്പൈൻസ് വിത്ത് ദ വാട്ടർ വേപ്പർ, അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറായിട്ട് അത് കമ്പൈൻ ചെയ്ത് സൾഫർ ഡയോക്സൈഡോ അല്ലെങ്കിൽ അങ്ങനെ കുറേയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. സോ വെൻ ദ റെയിൻ കംസ്, ഈ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ എന്താണ് നമ്മുടെ സൾഫർ ഡയോക്സൈഡ് എല്ലാം പ്രസിപ്പിറ്റേഷനുമായി കമ്പൈൻ ചെയ്ത് നമുക്ക് ആസിഡ് റെയിൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അത് അഗ്രികൾച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യും. അതേപോലെ തന്നെ മോണ്യുമെൻറ്റ്സിനെല്ലാം, ഇപ്പോൾ താജ്മഹൽ എല്ലാം അതിന് എക്സാമ്പിളാണ്, അതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിലൊക്കെ ഓരോന്നായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ മെയിനായിട്ട് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് urban heat island ആണ്, or it is also called Ayaz's effect. Then other one is greenhouse gases and acid rain. എന്താണ് urban heat island അല്ലെങ്കിൽ അയാസിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എന്താണ് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. സോ ദീസ് ബിൽഡിങ്സ് വിൽ ബി കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ദ സോളാർ റേഡിയേഷൻസ് ഓർ സംടൈംസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ദ സോളാർ റേഡിയേഷൻസ്. സോ ഇത് അബ്സോർബ് ചെയ്യുന്നപ്പോഴും അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും വാട്ട് ഹാപ്പൻസ് ടു ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ സെൻറ്റർ ഓഫ് ദ അർബൻ ഏരിയയുടെ സെൻറ്ററിൽ നോക്കുന്ന സമയത്ത് വളരെയധികം കൂടുതലായിരിക്കും ടെമ്പറേച്ചർ വെൻ കമ്പയർഡ് വിത്ത് ദ സറൗണ്ടിങ്സിനെ നോക്കുമ്പോൾ സെൻട്രൽ പോർഷനിലായിരിക്കും അർബൻ ഏരിയയുടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ്, സിമെൻറ്റ്, മെറ്റൽ സർഫസസിൻ്റെയൊക്കെ ഹീറ്റ് എനർജിയുടെ അബ്സോർപ്ഷനും റിഫ്ലക്ഷനെല്ലാം ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി എ ഡിസ്കംഫർട്ട് ഫോർ ദ പേഴ്സൺ സർവൈവിങ് ദ. സോ ഇതിനെ നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് urban Ayaz's effect. ഇതാണ് അതിൻ്റെ ഫിഗർ നോക്കിയേ. ഏറ്റവും സെൻട്രൽ പോർഷനിലാണ് ടെമ്പറേച്ചർ മാക്സിമമായി കാണുന്നത്, അല്ലേ. ദെൻ ഓഫ് ഷോർ ബ്രീസിനെ കുറിച്ചും മീൻസ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആവുന്ന സമയത്ത് നമുക്ക് വിൽ ബി ഒബ്റ്റെയിനിങ് കൂളർ എയർ. അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഓഫ് വാട്ട് ബിൽഡിങ്സ് പ്രസന്റ് ദാർ വിൽ നോട്ട് ബി ഒബ്റ്റെയിനിങ് കൂളർ എയർ. ഓക്കെ, ഇത് ഓഫ് ഷോർ ബ്രീസ് ഒക്കെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്ക് എന്താ ഡ്യൂ ടു എമിഷൻസ് ഫ്രം ഫാക്ടറീസ് ആസ് വെൽ ആസ് ഫ്രം ദ ഓട്ടോമൊബൈൽസ്, വെഹിക്കിൾസ് എന്നുള്ള എമിഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബി ഹാവിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ഇറ്റ്. സോ ഇറ്റ് വിൽ ബി ഫോമിങ് വാട്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്ന കാര്യങ്ങളാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ ആൻഡ് ഓൾ. സോ വെൻ ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ, what happens, it will be forming a layer over the atmosphere. So what happens when the solar radiations reaches the
സർഫസ് ഓഫ് എർത്ത്, നമ്മുടെ എർത്തിലോട്ട് സോളാർ റേഡിയേഷൻസ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചതെന്താ നോർമലി എർത്ത് അറ്റ്മോസ്ഫിയറിലോട്ട് റിട്ടേൺ ചെയ്യാണ് പോവുക. പക്ഷേ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ ഒരു ബ്ലാങ്കറ്റ് പോലെ ആക്ട് ചെയ്യും. ഇറ്റ് വോണ്ട് അലൗ ദ സോളാർ റേഡിയേഷൻസ് ടു ഗോ ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകാൻ അത് അനുവദിക്കില്ല. സോ വാട്ട് ഹാപ്പൻസ്, ഈ സോളാർ റേഡിയേഷൻസ് എഗെയിൻ ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെയറിൽ തട്ടിയിട്ട് തിരിച്ച് എർത്ത് സർഫസിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യും. സോ ഡ്യൂ ടു ദിസ് റിഫ്ലക്ഷൻ വാട്ട് ഹാപ്പൻസ്, ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് സർഫസ് വിൽ ബി ഇൻക്രീസ്ഡ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ അതൊന്നുകൂടി മീൻസ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വിൻഡിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ ആസിഡ് റെയിൻ ആൻഡ് പൊല്യൂഷൻ. ദെൻ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് കൂടി ഉണ്ടാവുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്താ എർത്ത് സർഫസിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും. ദെൻ പോളാർ ഏരിയാസിലുള്ള ഗ്ലേസിയേഴ്സ് എല്ലാം മെൽറ്റ് ചെയ്ത് പോരും. സോ ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ തന്നെ സീ ലെവൽ റൈസ് ചെയ്യും, കാരണം ആ ഗ്ലേസിയേഴ്സ് മൊത്തം മെൽറ്റ് ചെയ്തിട്ട് സീയിലോട്ട് എത്തും. സോ സീ ലെവൽ റൈസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാവുന്നുണ്ട് ക്ലൈമറ്റിൽ. ദെൻ ആസിഡ് റെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടെന്ന് പിന്നെ പറയുന്നില്ല. സോ ആസിഡ് റെയിൻ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണത്. ഉണ്ട് സൾഫർ കോമ്പൗണ്ട്സ് ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. ഇറ്റ് ഈസ് കമ്പൈനിങ് വിത്ത് ദ റെയിൻ വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് ആസ് ആസിഡ് റെയിൻ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അർബണൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് harmful for both the diversity, biogeochemical cycles, hydrology, climate, അങ്ങനെ കുറേ സ്ട്രെസ്സസ് മീൻസ് കാര്യങ്ങൾക്കത് ഒരുപാട് ഹാംഫുൾ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഗ്രീനറി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. സോ അർബണൈസേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹോൾ വേൾഡിനെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും. സോ നമ്മൾ എന്താണ് പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചറിലുള്ള പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അർബണൈസേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.